അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന്റെ കാഴ്ചകളിലേക്ക്, അവിടെ നിന്നുള്ള ഗ്രൗണ്ട് റിപ്പോർട്ടുകളിലേക്ക്, എന്താണ് ഇനി നടക്കാനുള്ളത് എന്നതിലേക്ക്, ഈ സംഭവത്തിന്റെ കാരണം, മഹാദുരന്തത്തിന്റെ കാരണം എന്ത് എന്നതിലേക്കൊക്കെ തന്നെയാണ് ഹലോ മലയാളവും ആദ്യം പോകുന്നത്. ആകാശ ദുരന്തത്തിൽ വിറങ്ങലിച്ചു രാജ്യം. വിമാന ദുരന്തത്തിന്റെ ഞെട്ടൽ നമ്മൾ ആരിൽ നിന്നും വിട്ടുമാറിയിട്ടില്ല. മരിച്ചവരുടെ എണ്ണം ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടത് 265 പേരുടെ മരണമാണ്. ദേശീയ അന്വേഷണ ഏജൻസികളും വാർത്താ ഏജൻസികളും ഒക്കെ ഇതിലും അപ്പുറം മരണസംഖ്യയൊക്കെ പുറത്തുവിടുന്നുണ്ട്. മരണസംഖ്യ അതുകൊണ്ട് തന്നെ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. പലരെയും കാണാനില്ലെന്ന പരാതികൾ വരുന്നുണ്ട്. അവിടെ തിരച്ചിലുകൾ ഊർജിതമായി തുടരുകയാണ്. മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പുറമെ പ്രദേശവാസികൾക്കും കൂടി ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. മരിച്ചവരുടെ ബന്ധുക്കളിൽ നിന്നും DNA സാമ്പിളുകളൊക്കെ ശേഖരിച്ചു തുടങ്ങി. വിമാനത്തിന്റെ ഒരു ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ന് അഹമ്മദാബാദിലേക്ക് എത്തും. വിമാന അപകടത്തെ കുറിച്ച് അന്വേഷിക്കാൻ ഉന്നതതല സമിതിയെയും നിയോഗിക്കും. പ്രാഥമിക അന്വേഷണം ആരംഭിച്ചതായി എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ബ്യൂറോയും അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ ഈ അപകടം നടന്നതിന് പിന്നാലെ തന്നെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ബ്യൂറോ ഇവിടേക്ക് എത്തിയിരുന്നു. അവരുടെ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയിട്ടുണ്ട്, തുടരുകയാണ്. വിവരശേഖരണമൊക്കെ നടത്തുകയാണ്. ദുരന്ത സ്ഥലത്ത് നിന്നും ശരത്ലാൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം ശരത്ലാലിലേക്ക് പോവുകയാണ്. ശരത്ത്, ദുരന്ത ഭൂമിയിൽ നിൽക്കുകയാണ് ശരത്ലാൽ. ഇന്നലെ നമ്മൾ കണ്ട കാഴ്ചകളല്ല, ഈ ആ മരച്ചില്ലകളൊക്കെ ഈ കത്തിക്കരിഞ്ഞ് നിൽക്കുന്നതൊക്കെ ദൃശ്യങ്ങളിൽ വ്യക്തമായി തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത്രമേൽ ഭീകരമായ അപകടം, പ്രദേശവാസികളുടെ മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയൊക്കെ പ്രവചിക്കപ്പെടുന്നു. കൂടുതൽ അന്വേഷണ ഏജൻസികൾ സ്ഥലത്തേക്ക് എത്തുന്നു. ഇന്നലെ രാത്രി വൈകിയും സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരും. അദ്ദേഹം ഇന്ന് നേരിട്ട് ഈ സ്ഥലം സന്ദർശിക്കാൻ എത്തുമെന്നും അറിയുന്നു. എന്താണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അവിടെ നടക്കുന്ന കാര്യങ്ങൾ? ഈ തീയൊക്കെ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അന്വേഷണം, തിരച്ചിലുകൾ എങ്ങനെ പുരോഗമിക്കുന്നു? പ്രധാനമന്ത്രി എത്തുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്രമീകരണങ്ങൾ ഉണ്ടോ? അവിടെ വിവരങ്ങൾ നൽകാം ശരത്ത്. സേതുലക്ഷ്മി പറഞ്ഞ പോലെ നമ്മൾ ദുരന്ത സ്ഥലത്താണ് നിൽക്കുന്നത്. ഇതിന്റെ ഒരു 50 മീറ്റർ അകലെയാണ് ഇത്രയും ആൾക്കാർ മരണപ്പെട്ടത് എന്നതാണ് വസ്തുത. ഈ ഗോഡ റോഡിന്റെ നമ്മൾ തൊട്ടു ബാക്കിലുള്ള സ്ഥലത്താണ് ഈ ദുരന്ത സ്ഥലമുണ്ടായിരുന്നത്. 8:30 മണിയോടെ പ്രധാനമന്ത്രി എത്തും എന്നാണ്, അഹമ്മദാബാദ് വിമാനത്താവളം എത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 9 മണിയോടുകൂടി അദ്ദേഹം മൃതദേഹങ്ങൾ സൂക്ഷിക്കുന്ന BJ ആശുപത്രി മോസ്ട്രയിലെത്തും. അവിടെ പരിക്കേറ്റ തദ്ദേശീയരെ സന്ദർശിക്കുമെന്നും നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരമുണ്ട്. കനത്ത സുരക്ഷാ വലയത്തിലാണ് അഹമ്മദാബാദ് നഗരം. പ്രധാനമന്ത്രിക്ക് പുറമെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും സ്ഥലത്ത് സംഭടിച്ച രക്ഷാപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്ക് കോർഡിനേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരം ഒന്ന്, പ്രാദേശികവാസികൾ, അതായത് മെഡിക്കൽ സ്റ്റുഡൻസ് മാത്രമല്ല, ഇവിടെ പ്രാദേശികവാസികൾക്കും അപകടത്തിൽ കൊല്ലപ്പെട്ട് മരണമടഞ്ഞിട്ടുണ്ട് എന്നാണ്. അതേപോലെ തന്നെ 45ഓളം പ്രാദേശികവാസികൾ ഇപ്പോൾ വിവിധ ആശുപത്രികൾ ചികിത്സയിലുണ്ട്. ഇതുകൂടാതെ തന്നെ 4 സ്കൂൾ കുട്ടികളെ കാണാതായി എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിലൊരു കുട്ടിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 15 വയസ്സുകാരനായ ഒരു സ്കൂൾ വിദ്യാർത്ഥിയാണ്. സ്കൂൾ വിട്ടുവരുമ്പോൾ, ഉച്ച സമയത്തുള്ള വിട്ടുവരുമ്പോഴാണ് ഈ ദുരന്തമുണ്ടായത്. വൻ തീഗോളമായിരുന്നു താഴേക്ക് പതിച്ചത് എന്നാണ് പ്രാദേശികവാസികൾ പറയുന്നത്. അത്രയോളം സൗണ്ട് ഉണ്ടായിരുന്നു. പലർക്കും ഒന്ന് അലറിക്കറിയാൻ പോലും കഴിയാത്ത രീതിയിലായി സ്തംഭിച്ചുപോയി എന്നാണ് പ്രാദേശിക പ്രദേശവാസികൾ നമ്മളോട് പങ്കുവച്ചത്. ഏതായാലും ഇത് വളരെ കൂടുതൽ ആളുകളുള്ള സ്ഥലമാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തിന്റെ തൊട്ട് പുറകിലാണ് എയർപോർട്ട്. അവിടെ നിന്നുള്ള റൺവേയിൽ നിന്ന് പറന്നുയർന്ന 2 മിനിറ്റ് കൊണ്ടാണ്, അതായത് 2 മിനിറ്റ് കൊണ്ട് കാര്യങ്ങളൊക്കെ കൈവിട്ടുപോയി എന്ന് വേണം കരുതാൻ. പറന്നുയരുകയും അത് 2 മിനിറ്റകം ദുരന്തം സംഭവിക്കുകയും ചെയ്തു. ദുരന്തം എങ്ങനെ നടന്നു എന്നതിനെ കുറിച്ചിട്ട് ഉള്ള അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണെന്ന് ശ്രീലക്ഷ്മി അല്പസമയം നമ്മൾ ന്യൂസ് അവറിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ നമുക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും പ്രധാന വിവരം, ഈ നമ്മളുടെ നേരത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചു എന്ന വാർത്തയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. DNA ടെസ്റ്റിൽ ഇനി മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രിയുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. അതുപോലെ 2 പ്രമുഖ വ്യവസായികളുടെ മരണവും കൂടി സ്ഥിരീകരിച്ചിട്ടുണ്ട്
എന്നാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട വ്യവസായ പ്രമുഖ് നന്ദ, അതുപോലെ സുഭാഷ് അമീൻ, ലുപ്പിൻ എന്ന കമ്പനിയുടെ ഡയറക്ടറായ സുഭാഷ് അലി അമീൻ എന്ന വ്യവസായിയും, അതേപോലെ തന്നെ പിന്നെ പ്രമുഖ വ്യവസായ പ്രമുഖ് നന്ദയുമാണ് ഈ യാത്രക്കാരിൽ ഇപ്പോൾ DNA ടെസ്റ്റുകളിൽ മരണമടഞ്ഞു എന്ന സ്ഥിരീകരണം നൽകിയിരിക്കുന്നത്. ഏതായാലും വൻ ദുരന്തം തന്നെയാണ് നടന്നിരിക്കുന്നത് എന്നതിൽ സംശയമില്ല. അതിന് വിറങ്ങലിച്ച് നിൽക്കുകയാണ് അഹമ്മദാബാദ്, ഗുജറാത്തിന്റെ തലസ്ഥാനം. അവിടുന്ന് ആ തലസ്ഥാനത്ത് നിന്ന് വെറും 10 കിലോമീറ്റർ അകലെ മാത്രമുള്ള വിമാനത്താവളത്തിൽ നിന്ന് വെറും 1 കിലോമീറ്റർ മാത്രം അകലെയുള്ള സ്ഥലത്താണ് എയർ ഇന്ത്യ വിമാനം ഡ്രീം ലൈനർ തകർന്നു വീണത്. ഈ തകർന്നു വീണതിന്റെ ഈ അഗ്നിഗോളമായി മാറിയ വിമാനം കത്തിയെരിഞ്ഞപ്പോൾ കൂടെ കത്തിയെരിയപ്പെട്ടത് BJ ആശുപത്രിയിലെ വിദ്യാർത്ഥികളാണ്. ക്ലാസ്സിന് ശേഷം ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ ഹോസ്റ്റലിലെത്തിയ വിദ്യാർത്ഥികളാണ് ഇതിന്റെ ആഘാതം ഏറ്റുവാങ്ങേണ്ടി വന്നത്. തദ്ദേശീയരായ ജനങ്ങൾ ഈ ദുരന്തത്തിന് ഇരയായി എന്നും ഇപ്പോൾ പുറത്തു വരുന്നു. ആകെ മരണസംഖ്യ 300 കവിഞ്ഞേക്കാമെന്നാണ് ഇപ്പോൾ പോലീസ് വൃത്തങ്ങൾ നമ്മളോട് പറയുന്നത്. ഏതായാലും സർക്കാർ സംബന്ധിച്ച DNA ടെസ്റ്റ് നടത്തി എത്ര പേരെ തിരിച്ചറിഞ്ഞ ശേഷം മാത്രമേ മരണസംഖ്യ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുള്ളൂ എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ഗുജറാത്ത് ചീഫ് സെക്രട്ടറി തന്നെ ഇക്കാര്യം വ്യക്തമാക്കുകയായിരുന്നു. ഇപ്പോൾ അല്പസമയം മുമ്പ് ഗുജറാത്ത് അഹമ്മദാബാദ് പോലീസ് കമ്മീഷണർ സ്ഥലത്തെത്തുകയും തെരച്ചിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവിടെ എത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഈ ഉന്നതതല യോഗങ്ങളൊക്കെ ചേർന്നതാണ്. അതിനുശേഷം അദ്ദേഹം പ്രധാനമന്ത്രിയെ കണ്ട കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിരുന്നു. അറിഞ്ഞ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് ആശയവിനിമയം നടത്തിയിരുന്നു. ഇന്നും അവിടെ ഉന്നതതല യോഗങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നറിയുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് എന്താണ്? പ്രധാനമന്ത്രി അവിടെ വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഷെഡ്യൂൾ അടക്കം പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ടോ? ഷെഡ്യൂൾ ഔദ്യോഗികം പ്രസിദ്ധീകരിച്ചില്ലെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഇൻഫർമേഷൻ വകുപ്പിൽ നിന്ന് ലഭിച്ച വിവരം അദ്ദേഹം 8:30 മണിക്ക് അഹമ്മദാബാദ് എയർപോർട്ടിലെത്തും. 9 മണിക്ക് അദ്ദേഹം ആശുപത്രി സന്ദർശിച്ചേക്കും എന്നാണ് പറഞ്ഞത്. BJ ആശുപത്രിയിൽ മരണമടഞ്ഞവരുടെ ബന്ധുക്കളുണ്ട്, അവരെ ആശ്വസിപ്പിക്കാൻ അദ്ദേഹം എത്തുമെന്ന വിവരമാണ് ഗുജറാത്ത് പ്രാദേശിക മാധ്യമങ്ങളും അതുപോലെ ഗുജറാത്ത് സർക്കാരിന്റെ PRD നമ്മളോട് പറയുന്നത്. പബ്ലിക് എന്നാൽ PIBയോ പ്രൈം മിനിസ്റ്റർ ഓഫീസോ ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക ഷെഡ്യൂൾ ഇതുവരെ ഷെയർ ചെയ്തിട്ടില്ല. സേതുലക്ഷ്മി, അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ സിവിൽ ഏവിയേഷൻ മന്ത്രിയുണ്ട്, കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുണ്ട്, അതേപോലെ തന്നെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുണ്ട്, ഉന്നത ഉദ്യോഗസ്ഥരുണ്ട്, കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഉണ്ട്, സിവിൽ ഏവിയേഷൻ സെക്രട്ടറി ഉണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ നിരവധി പ്രധാനമന്ത്രിക്ക് മുമ്പിൽ ഇവിടെയുള്ള കാര്യങ്ങൾ എന്താണ് എന്ന കാര്യം ഉദ്യോഗസ്ഥർ വിമാനത്താവളത്തിൽ വെച്ച് തന്നെ വിശദീകരിക്കുമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ നിരന്തരം അമിത്ഷായുമായി ബന്ധപ്പെട്ടിരുന്നു എന്ന് അമിത്ഷാ തന്നെ ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഗുജറാത്ത് മാധ്യമങ്ങളൊക്കെ തന്നെ വളരെ വലിയ ഒരു ദുരന്തമായിട്ടാണ് ഇതിനെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഗുജറാത്ത് സമാചാർ നൽകിയിരിക്കുന്ന വാർത്ത എന്ന് തന്നെ 300ഓളം പേർ മരണപ്പെട്ടു എന്നതാണ്. പക്ഷേ ഇത് സ്ഥിരീകരിക്കാൻ ഒരു കാരണവശാലും അധികൃതർ തയ്യാറായിട്ടില്ല. കാരണം DNA ടെസ്റ്റ് നടത്തിയ ശേഷം മാത്രമേ മരണം സ്ഥിരീകരിക്കുള്ളൂ എന്നാണ് സർക്കാരിന്റെ നിലപാട്. ശ്രീലക്ഷ്മി, വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇപ്പൊ 2 കമ്പനി ദുരന്ത നിവാരണ കർമ്മസേനയും കൂടി എത്തിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് ഇപ്പോൾ അനുമാനിക്കാം. ഇപ്പോൾ ഡോഗ് സ്ക്വാഡുകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് നടത്തുന്നത്. ഡോഗ് സ്ക്വാഡുകൾ വെച്ച് ഏത് കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങൾ, അവശിഷ്ടങ്ങൾ അല്ലെ സ്ഫോടനത്തിൽ വിമാനം തകർന്നപ്പോൾ അകലിലേക്ക് തെറിച്ചു പോയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയും കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു തെരച്ചിലാണ് ഇപ്പോൾ നമ്മൾ നടത്തുന്നത്. കാരണം കേരളത്തിൽ നമുക്കറിയാം, ചുരൽമരയിലൊക്കെ നമ്മൾ തെരച്ചിൽ, NDRFന്റെ തെരച്ചിൽ നമ്മൾ കണ്ടതാണ്. അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും തെരച്ചിൽ പുരോഗമിക്കുന്നത്. കാരണം തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾ ഇന്ന് രാവിലെ 4 മണിയോട് തന്നെ മാറ്റിയിരുന്നു ബുൾഡോസറുകൾ ഉപയോഗിച്ച്. അതിന്റെ അടിയിൽ കുടുങ്ങിക്കിടക്കുന്ന മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുക എന്ന ദുഷ്കരമായ ജോലിയാണ് ഇപ്പോൾ NDRF നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനുവേണ്ടി കൂടുതൽ
NDRF കമ്പനികൾ ഈ പ്രദേശത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശത്ത് പൊതുജനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കുടുംബക്കാരും അല്ലെങ്കിൽ പ്രദേശവാസികളെയും മാത്രമാണ് ദുരന്ത സ്ഥലത്തേക്ക് പ്രവേശിപ്പിക്കുന്നത്. മാധ്യമങ്ങൾക്കും കടുത്ത നിയന്ത്രണമുണ്ട്. ഏതായാലും ഉന്നത ഉദ്യോഗസ്ഥന്മാർ സ്ഥലത്തിലുള്ള സന്ദർശനം തുടരുകയാണ്. ഗുജറാത്ത് ഫോറൻസിക്കിന് പുറമെ IBയുടെയും അതേപോലെ തന്നെ ഉന്നത കേന്ദ്രത്തിന്റെ NIയുടെയും സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്. NIയുടെ സംഘത്തിന് തെളിവുകൾ ശേഖരിക്കാനും അതേപോലെ തെളിവുകളെ മോണിറ്റർ ചെയ്യാനുമാണ് NIA എത്തിയെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും എന്താണ് അന്വേഷണം? ബ്ലാക്ക് ബോൾ കണ്ടെടുത്തു. ഒരു 2 എഞ്ചിനാണ് ഇപ്പോൾ 2 ബ്ലാക്ക് ബോക്സുകൾ ഉണ്ടാവും. അത് രണ്ടാമത്തത് കണ്ടെത്തിയിട്ടില്ല. അതേപോലെ തന്നെ ഒരു വ്യക്തി വിമാന അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് നേരിട്ട് തന്നെ ചോദിച്ചറിയാൻ അന്വേഷണ ഏജൻസിക്ക് കഴിയും. യന്ത്ര തകരാറാണോ അല്ലെങ്കിൽ പക്ഷി വിമാനത്തിൽ ഇടിച്ചാണോ അല്ലെങ്കിൽ മറ്റതുമാണോ, ഇതൊക്കെയാണ് അന്വേഷണ പരിധിയിൽ വരിക. ഏതായാലും ഡ്രീം ലൈനറുടെ ഒരു അപകടം ബോയിങ്ങിനെ തന്നെ വളരെ ബോയിങ്ങിന്റെ തന്നെ ആടി ഒലച്ചിട്ടുണ്ട്. ബോയിങ്ങിന്റെ ഓഹരി വില കുത്തനെ ഇടിഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇത്തരം അതുകൊണ്ട് തന്നെ ഒരു വളരെ വലിയ ഒരു സമഗ്രമായ അന്വേഷണമായിരിക്കും ഇക്കാര്യത്തിൽ നടത്തുക എന്ന് നമുക്ക് പറയേണ്ടി വരും. സേതുലക്ഷ്മി, നമുക്കിപ്പോൾ ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിവരം DNA ടെസ്റ്റ് ആരംഭിച്ചിരിക്കുന്നു എന്നതാണ്. ഇന്നലെ രാത്രി DNA ടെസ്റ്റ് നടത്തിയിരുന്നു. അതിനുശേഷം 12 പേരെ DNA ടെസ്റ്റാണ് നടത്തിയത്. എന്നാൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം എന്നനുസരിച്ച് 94 പേരുടെ DNA ടെസ്റ്റിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാം. കാരണം NDRFന്റെ ബ്രീഫ് ചെയ്യുന്നു. അദ്ദേഹം എന്താണ് പറയുന്നത് നമുക്ക് കേൾക്കാം. അതുകൊണ്ട് കേൾക്കാം. കാരണം അത് NDRF സംഘം ബ്രീഫ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ബ്രീഫിംഗിൽ ശരി, ആ വിവരങ്ങൾ എടുക്കൂ ശരത്ത്. NDRF അവിടെ തിരച്ചിലൊക്കെ നടത്തുന്നുണ്ട്. അവർ എന്താണ് പറഞ്ഞെന്നുള്ള വിവരങ്ങൾ എടുക്കൂ. ഞാൻ ശരത്തിലേക്ക് തിരിച്ചെത്താം. ആ സ്ഥലത്തു നിന്നുള്ള ഗ്രൗണ്ട് റിപ്പോർട്ടാണ് പ്രേക്ഷകർ കാണുന്നത്. ഇവിടെയാണ് ഇന്നലെ ആ വിമാനം ഇടിച്ചുറങ്ങിയത്. BJ മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റൽ ആ ഭാഗമാണ് നമ്മൾ കാണുന്നത്. ഇന്നലെയൊക്കെ ആ മരച്ചില്ലകളിൽ നിന്ന് മുകളിലേക്ക് ഇടിച്ച് ആ വിമാനം ഇറങ്ങിയിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ രാവിലെ പകൽ നേരത്ത് നമുക്ക് വ്യക്തമായി കാണാം ആ മരച്ചില്ലകളൊക്കെ പൂർണ്ണമായും കത്തിക്കരിഞ്ഞ് നിൽക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. അവിടെ ഒരു ചാമ്പൽ കൂമ്പാരമായി ആ ഒരു വിമാനം മാറിയിരിക്കുന്നു. പ്രദേശവാസികളുടെ മരണമുണ്ട്. ഈ മരണസംഖ്യ ഇനിയും ഉയരുമെന്നുള്ള റിപ്പോർട്ടുണ്ട്. 242 പേർ വിമാനത്തിലുണ്ടായിരുന്നുവെങ്കിൽ ഈ 10-50ഓളം പേർ മരണപ്പെട്ടു. പലരെയും കാണാനില്ല എന്നൊക്കെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അതാണ് ഈ വിമാന അപകടത്തിൻ്റെ വ്യാപ്തി ഇത്രത്തോളം വർദ്ധിപ്പിച്ചതും. ഈ കോളേജിലെ വിദ്യാർത്ഥികൾ അവർ ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് ആ മെസ്സിന് മുകളിലേക്ക് വിമാനം ഇടിച്ചിറങ്ങുന്നത്. വിദ്യാർത്ഥികളും അധ്യാപകരും ജീവനക്കാരും പ്രദേശവാസികളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു മേഖലയായിരുന്നു അത്. അപ്പോൾ ഇനി കൂടുതൽ കാര്യങ്ങളിലൊക്കെ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. കാരണം മിസ്സിംഗ് പരാതികൾ ഒരുപാട് വരുന്നുണ്ട്. ഒപ്പം തന്നെ പലരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. ഇനി ആ മണ്ണിനടിയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന കാര്യം അറിയില്ല. തിരച്ചിൽ തുടരുകയാണ്. NDRF ഉണ്ട്, ദുരന്ത നിവാരണ സേന. ഇന്നലെ അപകടമുണ്ടായ സമയത്ത് നാട്ടുകാരുടെയും ഒക്കെ നേതൃത്വത്തിലുള്ള രക്ഷാപ്രവർത്തനം ഈ ദ്രുതഗതിയിൽ നടക്കുകയാണ്. അതുകൊണ്ടാണ് കുറച്ചെങ്കിലുമൊക്കെ പേരെ ജീവനോടെ രക്ഷിക്കാനൊക്കെ നമുക്ക് സാധിച്ചതും. ഇന്നും അതുപോലെ എല്ലാ സേനയും അവിടെയുണ്ട്, അർദ്ധസൈനിക വിഭാഗങ്ങളുണ്ട്. അവരുടെയൊക്കെ നേതൃത്വത്തിലുള്ള തിരച്ചിലുകൾ അവിടെ തുടരുന്നു. കൂടുതൽ അന്വേഷണ ഏജൻസികൾ അവിടേക്ക് എത്തുന്നുണ്ട്. ഫോറൻസിക് സംഘമടക്കം അവിടെയുണ്ട്. പ്രധാനമന്ത്രി മോദി അവിടെ എത്തുന്നുണ്ട്. അങ്ങനെ പരിശോധനകൾ തിരച്ചിലുകളൊക്കെ തുടരുകയാണ്. അപകടം നടന്നതിൻ്റെ തൊട്ട് പിറ്റേ ദിവസം നമ്മൾ നിൽക്കുമ്പോൾ ഒരു ദുരന്ത ഭൂമിയായി മാറിയിരിക്കുകയാണ് അഹമ്മദാബാദ് വിമാനത്താവളത്തിൻ്റെ പരിസരം എന്ന കാര്യത്തിൽ സംശയമില്ല. തീർത്തും സങ്കടകരമായ കാഴ്ച. നമ്മൾ ആ വിൻഡോയിൽ തന്നെ കാണാം. ആ കുട്ടികൾ ആ മെസ്സിലിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന കുട്ടികളാണ്. അവരുടെ ഭക്ഷണ പാത്രങ്ങളാണത്. അവർ കഴിച്ചുകൊണ്ടിരുന്നതാണ്. അതിനിടയിലാണ് ഈ ദുരന്തം വരുന്നത്.